ഹായ് ഗൈസ്, നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇന്ന് വയനാട്ടിൽ കൂടാമെന്ന് വെച്ചിട്ട് നേരെ പോയത് പുൽപ്പള്ളിയിലേക്കാണ്. പുൽപ്പള്ളിയിൽ പോയപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ ഒരു തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന്. 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ നേരെ ബോട്ടിംഗ് സർവീസിനൊക്കെ ആരംഭിച്ച്. ബോട്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ കേരളം അപ്പുറത്തെ കർണാടക ഫോറസ്റ്റും കർണാടകയുമാണ്. അപ്പോൾ അത് നല്ലൊരു ത്രില്ലില്ലേ കേൾക്കാൻ തന്നെ. അപ്പോൾ ഞങ്ങൾ വേഗം തോണി കയറിയിട്ട് ബോട്ടിങ് ആരംഭിച്ചേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അപ്പുറത്ത് വരെ ഒരു വട്ടം ടിക്കറ്റ് എടുത്താൽ പിന്നെ തിരിച്ചു വരാൻ അവരാരെങ്കിലും കൊണ്ടുവിട്ടോളും, പേയ്മെൻറ്റ് അടക്കണ്ട കേട്ടോ. ഞാനും എൻ്റെ കസിൻസും കൂടെ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ കൂടുന്നത്. ഇത് ഞങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ നിന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ട്രാവലറിലാണ് പോയിട്ടുള്ളത്. അതിൻ്റെ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെടുത്ത റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കർണാടക ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ 4 ഭാഗവും കർണാടക ഫോറസ്റ്റിനാണ്. ഈ തോണി കിടന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കള്ളി ഷാപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു റോഡുണ്ട്. ആ വഴിക്ക് എങ്ങോട്ടേക്ക് പോയാലും കർണാടക ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് നേരം കർണാടക ഫോറസ്റ്റിൻ്റെ ആ വഴിക്കൊക്കെ നടന്നിട്ട് നേരെ തിരിച്ച് റിട്ടേൺ കയറുകയാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിന് നല്ലൊരു തണുപ്പാണ്. ഞങ്ങൾ തോണിയിൽ നിന്ന് ഇളകിയൊക്കെ കളിച്ചു. ആ ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലും ആ ചേട്ടൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ ക്ഷമിക്കുകയായിരുന്നു. ഇനി എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഗൈസ്.